അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ഹദീസുകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തതായി മുഗീറത്ത് ബിനു ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൈക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ അവരോട് അനുസരണക്കേട് കാണിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത്. വവഅദൽ ബനാത്ത്, പെൺകുട്ടികളെ കൊന്നുകളയുക എന്നുള്ളത്. വമൻഅൻ വഹാദ്, നിർബന്ധമായ ബാധ്യതകൾ കൊടുക്കേണ്ടത് തടയുകയും എന്നാൽ അനർഹമായതെല്ലാം ഒരുക്കൂട്ടി വെക്കുക എന്നുള്ളതും നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കും. വകരിഹലക്കും, നിങ്ങളുടെ മേൽ കറാഹത്താക്കപ്പെട്ടിട്ടുണ്ട്, വെറുക്കപ്പെട്ടിട്ടുണ്ട്. സലാസൻ, 3 കാര്യങ്ങൾ. ഖീല വഖാൽ, കണ്ടതും കേട്ടതുമെല്ലാം പറയുക എന്നുള്ളത്. വകസറത്തു സുആൽ, അധികരിച്ച ചോദ്യം എന്നുള്ളത്. വഇദാഅത്തുൽ മാൽ, അനാവശ്യമായ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളതും നിങ്ങളുടെ മേൽ വെറുക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഹദീസ്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂചിപ്പിച്ചു, നിങ്ങളുടെ മേൽ ഹറാമാക്കിയ ഒന്നാമത്തെ കാര്യം ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ പ്രയാസപ്പെടുത്തുക, അവരോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഉമ്മഹാത്ത് എന്നുള്ളത് പ്രയോഗിക്കപ്പെട്ടു? മാതാപിതാക്കളിൽ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഉമ്മമാരെ പ്രത്യേകം പറയപ്പെട്ടു? പണ്ഡിതന്മാർ പ്രത്യേകം ചില കാരണങ്ങൾ പറയപ്പെട്ടതായി കാണാം. കാരണം മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ അനുസരണക്കേട് കാണിക്കുക അത് മാതാവിനോടായിരിക്കും. മക്കളിൽ ഏറ്റവും കൂടുതൽ, പിതാക്കളോട് പൊതുവെ നല്ല രീതിയിൽ അവർ വർത്തിക്കുമെങ്കിലും മാതാവിനോടായിരിക്കും ഏറ്റവും കൂടുതൽ അനുസരണക്കേട് കാണിക്കുക. അതുകൊണ്ട് അതുണ്ടാകാൻ പാടില്ല. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അത് മാതാവിനോടാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് അതിഗൗരവമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇവിടെ ഉമ്മമാർ എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതലുള്ളതിനെ പറയപ്പെട്ടു. പക്ഷെ ഉദ്ദേശം രണ്ടുമുണ്ട്. ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാവിനെ ദ്രോഹിക്കുക, അനുസരിക്കുക എന്നതുപോലെ തന്നെ പിതാവിനോടും ഒരിക്കൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളായ മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിൽ പോലും അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഅഹുമാ, ശിർക്ക് ചെയ്യാനാണ് അവർ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും അവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് നല്ല നിലയിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് പെരുമാറണം എന്ന് പറയുമ്പോൾ ഒരിക്കലും അവരോട് മോശമായി പെരുമാറാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല എന്ന് തന്നെയാണ് ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. രണ്ടാമത് പറഞ്ഞു വവഅദൽ ബനാത്ത്, പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇവിടെ പെൺകുട്ടികളെ എന്ന് പറഞ്ഞു? അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേക കാരണങ്ങൾ. കാരണം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ആൺകുട്ടികളെക്കാൾ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം അത് പെൺകുട്ടികളാണ്. പ്രത്യേകിച്ച് ജാഹിലിയ്യ കാലഘട്ടത്തിലെല്ലാം ആ പെൺകുട്ടികൾ അകാരണമായി കൊണ്ടെല്ലാം അവരെ കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, അവരിലേക്ക് പെൺകുട്ടികൾ ആരെങ്കിലും അവർക്ക് സന്തോഷ വാർത്തയായി എത്തിയാൽ ضل وجهه مسودا, അവരുടെ മുഖമെല്ലാം കറുത്തിരുണ്ടു പോകുമെന്നാൽ വളരെ ഒരു പ്രയാസം ബാധിച്ച പോലെ, അതെന്തോ അവർക്കൊരു
ദോഷമായി കൊണ്ടായിരുന്നു അവരെ കണ്ടിരുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് അവിടെ പെൺകുട്ടികളെ പറയപ്പെട്ടത്. അത് ആൺകുട്ടികളാണെങ്കിലും അവരെയും കൊല്ലാൻ പാടില്ല. ഇന്ന് പലപ്പോഴും അബോർഷൻ എന്ന ഓർമ്മനെ പേരിട്ടുകൊണ്ട് പല കുട്ടികളെയും ചെറുപ്പത്തിൽ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു കളയുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് അതാണ് രണ്ടാമത് സൂചിപ്പിച്ചത്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ കൊല്ലാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ബന്ധം മുറിക്കലാണ്. സ്വന്തം മക്കളെയാണ് കൊന്ന് ഇല്ലാതാക്കുന്നത്. ഇതൊരു വലിയ ബന്ധമാണ്. നിർബന്ധമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബന്ധമാണ് വാപ്പയും മകനും. അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധം. ആ ബന്ധമാണ് അവിടെ മുറിക്കുന്നത്. അത് ഒന്നാമത്തെ പാതകം. അതുപോലെ തന്നെ രണ്ടാമത്തേത് അത് കൊലപാതകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപാപങ്ങൾ എണ്ണിയപ്പോൾ അതിൽ പോലും പറഞ്ഞതാണ് കൊലപാതകം. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഒന്നിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻഅൻ വഹാതി. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ നൽകേണ്ട കാര്യങ്ങളുണ്ടാവും, നിർബന്ധമായി നൽകേണ്ടത്. അതൊന്നും നൽകാതിരിക്കും. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് അനർഹമായി നമുക്ക് കിട്ടാൻ യാതൊരു അവകാശവുമില്ല, എന്നിട്ടും അതെല്ലാം ചോദിച്ച് മറ്റുള്ള ആളുകളിൽ നിന്ന് മേടിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇതും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എന്താണ് നിർബന്ധമായി നൽകേണ്ടത്? അതിൽ സക്കാത്ത് പെടും. അതുപോലെ തന്നെയാണ് സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കൽ പെടും. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായി മറ്റുള്ള ആളുകൾക്ക് നൽകേണ്ട പല കാര്യങ്ങളും അതെല്ലാം നൽകാതിരിക്കുക. അത് സമ്പത്താകട്ടെ, നമ്മുടെ അറിവാകട്ടെ, എന്ത് കാര്യങ്ങളാകട്ടെ, അതൊന്നും നമ്മൾ നൽകാതിരിക്കാൻ പാടില്ല. മാത്രമല്ല അനർഹമായത് പലതും നമ്മൾ നേടിയെടുക്കുക. അത് പല വഴികളിലൂടെ ആയിക്കൊണ്ട്, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾ അറിവില്ല എങ്കിൽ അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കാറുണ്ട്. അതൊക്കെ ഹറാമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യമാണ്. ആ സമ്പത്ത് നമ്മുടെ കയ്യിലെത്തിയാൽ അതാണ് നമ്മൾ ഭുജിക്കുന്നതും നമ്മൾ മറ്റുള്ള നമ്മുടെ മക്കളെയെല്ലാം ഭുജിപ്പിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് കറാഹത്ത്, വെറുക്കപ്പെട്ട ചില 3 കാര്യങ്ങൾ എന്നാണ് പിന്നീട് പഠിപ്പിക്കപ്പെട്ടത്. അതിലൊന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖീല വഖാൽ. കേട്ടതും കണ്ടതൊക്കെ ഇരുന്ന് പറയാം. ചില കേട്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്, ആരാണ് പറഞ്ഞത് എന്ന് പറയാതെ ചില കാര്യങ്ങളെല്ലാം പറയാം. ഈ പറഞ്ഞു നടക്കൽ അത് ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു കാര്യം കളവായി പാപമായി രേഖപ്പെടുത്താൻ കണ്ടതും കേട്ടതും പറഞ്ഞാൽ തന്നെ മതിയാകുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ടതും കേട്ടതും പറയാതിരിക്കുക എന്നുള്ളത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസറത്തു സുആൽ, അധികമായി ചോദിക്കുക, ധാരാളമായി കൊണ്ട് ചോദിക്കുക. അതെന്താകട്ടെ, അതൊരാളോട് ചോദ്യം ചോദിക്കുക, എങ്കിലും അവിടെ ഈ മര്യാദ സൂക്ഷിക്കണമെന്നാണ്. ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ധാരാളമായിട്ട് ഇങ്ങനെ ചോദിക്കാനല്ല, അത് നല്ല ചോദ്യമല്ല. ചില ആളുകൾ അതിൽപ്പെട്ടതാണ് അനാവശ്യമായ ചില ചോദ്യങ്ങൾ. അയാൾക്കത് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിനെ കുറിച്ച് ഇങ്ങനെ ആ ക്ലാസ് ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും ചോദ്യം, എന്ത് മരം കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്? അതുകൊണ്ട് അയാൾക്ക് ഒരു നേട്ടമില്ല, എന്തെങ്കിലും അമല അയാൾക്കുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. എങ്കിലും ചോദ്യം ഇതെല്ലാം ഇതിൽ പെടുമെന്നാണ്. അതുകൊണ്ടാണ് അധികരിച്ച ചോദ്യം. അതിന് അറിവാകണമെന്നില്ല. സമ്പത്താണെങ്കിലും അധികമായിട്ട് ചോദിക്കാൻ പാടില്ല. ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കണം. യാചനയാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും പാടില്ല. യാചന അനുവദിക്കപ്പെട്ടത് 3 സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും ആ 3 സന്ദർഭങ്ങളിലല്ലാതെ മറ്റുള്ള ആളുകളോട് അധികമായി പണം ചോദിക്കാൻ പാടില്ല. ഒന്നാമത്തേത്, അയാൾ അതിദരിദ്രനാണ് എന്ന് നാട്ടിലുള്ള വിശ്വസ്തരായ ചില ആളുകൾ പറയണം. എങ്കിലേ അയാൾക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് ആവശ്യമായ സമ്പത്ത് ശേഖരിക്കാം. അത് അയാളുടെ ആവശ്യം വരെ എത്രയാണോ അത്രയും അയാൾക്ക് മേടിക്കാം. മറ്റൊന്ന്, അയാൾക്ക് പൂർണ്ണമായി ഒരു നാശനഷ്ടം സംഭവിച്ചു. ചിലപ്പോൾ ഒരു വീട് വെള്ളപ്പൊക്കത്തിൽ പോയി, അല്ലെങ്കിൽ അതുപോലെ നാശം സംഭവിച്ചാൽ അയാൾക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കാം. അതല്ലെങ്കിൽ അയാൾ ജാമ്യം നിന്ന ആളാണ്, 2 ആളുകൾക്കിടയിൽ സുലഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സമ്പത്ത് അത് ഞാൻ തരാം, ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ മുങ്ങിപ്പോയാൽ ഇയാൾ അത് കൊടുക്കണം. എങ്കിൽ ഇയാൾക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് എന്ത് ചെയ്യാം? സമ്പത്ത് സ്വീകരിക്കും. ഈ 3 കാര്യങ്ങളിലല്ലാതെ സമ്പത്ത് ഇങ്ങനെ മേടിച്ചു കൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അത് പാടില്ല എന്ന, അത് ഹറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അവസാനമായി കൊണ്ട് പറഞ്ഞത്, സമ്പത്ത് അത് അധികമായി കൊണ്ട് ഇദാഅത്തുൽ മാൽ, അത് അമിതമായി കൊണ്ട് ചെലവഴിക്കുക, അനാവശ്യമായി ചെലവഴിക്കുക.
അതിൽപ്പെട്ടതാണ് ദുനിയാവിനും ആവശ്യമില്ലാത്തത്, എന്നാൽ നാളെ പരലോകത്തേക്കുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത ആ മേഖലകളിൽ നമ്മുടെ സമ്പത്തിനെ ചെലവഴിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി പറഞ്ഞു, നിങ്ങളുടെ ജീവിത മാർഗമാണ് ആ സമ്പത്ത്, അത് അനാവശ്യമായി കൊണ്ട് ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല. അതൊന്നെങ്കിൽ അത് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടണം, അതല്ലെങ്കിൽ ആഖിറത്തിന്റെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടണം. ഇത് രണ്ടിനുമല്ലാതെ ഏതെങ്കിലും വിധേനയാണത് ചിലവഴിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയപ്പെട്ടു. ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ 3 കാര്യങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞു, രണ്ടാമത്തേത് കറാഹത്താണ് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞു ഇത് രണ്ടും ഹറാമ് തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ കറാഹത്ത് എന്നുള്ള പദം ഹറാമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ രണ്ടും അത് ഹറാമാണ് എന്ന് തന്നെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അതല്ല, അത് ഹറാമാണ്, രണ്ടാമത്തേത് വെറുക്കപ്പെട്ടതാണ്, രണ്ടും ചെയ്യാൻ പാടില്ല എന്ന തരത്തിലും ഈ ഒരു ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ട, ഒഴിവാക്കേണ്ട കാര്യങ്ങളായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു ശ്രദ്ധ നമുക്കുണ്ടാകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.